ഞാൻ ഈ അടുത്ത ദിവസം ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയ പയ്യൻ എന്റെ പള്ളിയിൽ ഖുതുബ കേൾക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നിങ്ങളുടെ കേസറ്റുകളൊക്കെ കേട്ടിട്ടുണ്ട്, അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗമായിരുന്നു യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലി ലമ്മാ സബക്താനി, കർത്താവേ കർത്താവേ നീ എന്നെ കൈവടിഞ്ഞതെന്തേ. ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, യേശുക്രിസ്തു ശത്രു വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ബൈബിളിലുള്ളത്. എന്നിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആളുകളാണ്, യേശുക്രിസ്തുവിനനുസരിച്ചാ രക്ഷപ്പെടൂ. ഞാൻ അതിൽ ചോദിച്ച ചോദ്യമായിരുന്നു, യേശുക്രിസ്തുവിനെ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു പടച്ചോനോട് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുമ്പോ ഒരാൾ നമ്മളെ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തുയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവൻ യേശുക്രിസ്തുവിന്റെ വഴിയിലാണോ അല്ല ദൈവത്തിന്റെ വഴിയിലാണോ അല്ല സാവോഡിന്റെ വഴിയിലാണോ എന്ന് ഞാൻ അതിൽ ചോദിച്ചിരുന്നു. ബുദ്ധി ഉള്ളവർക്കൊക്കെ അല്ലേ, അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. യേശുക്രിസ്തു പടച്ചോനോട് പ്രാർത്ഥിച്ച് കാണിച്ചില്ല, നമ്മളോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. സുന്നികളോ ബദരീങ്ങളൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് കാണിച്ചു. സുന്നികളോ ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. കുറച്ചുകൂടി കഷ്ട എന്താ ഞാൻ പറഞ്ഞു തന്നാ എളുപ്പത്തിൽ മനസ്സിലാവും. കേട്ടോ, അതുകൂടെ പറഞ്ഞുതരാം. ആദർശാണല്ലോ, പറയണല്ലോ. ഒരു ജോസഫ് ഇങ്ങോട്ട് വന്നു. ജോസഫ് വന്നിട്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഈ മൊനമ്പത്ത് ബീവി എന്നൊരു ബീവി ഉണ്ടല്ലോടാ. അതെ, അങ്ങനെ ഒരു ബീവി ഉണ്ട്. ആ ബീവി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്. എന്താ അങ്ങനെ? മൊനമ്പത്ത് ബീവി മന്ത്യ ബീവിയാണ്, പടച്ചോന് ഇഷ്ടപ്പെട്ട ബീവിയാണ്, വലിയ തുള്ളയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോസഫ് ചോദിച്ചു, അല്ല ഈ നിങ്ങൾ ഫാത്തിഹ ഓതലുണ്ടല്ലോ? ഉണ്ട്. ഫാത്തിഹയില് മുഹമ്മദേ ഈ അവസാന ഭാഗം ഇങ്ങനെയല്ലേ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എന്താടാ ഇതിന്റെ അർത്ഥം? വഴിവെച്ചവരുടെയും കോപിക്കപ്പെട്ടവരുടെയും മാർഗത്തിൽ ഉൾപ്പെടുത്തരുത്. അത് ഞാനല്ലേ, ക്രിസ്ത്യാനിയായ ഞാനല്ലേ? അതെ, ഞങ്ങളല്ലേ? അതെ, ശരി. ഞങ്ങള് ക്രിസ്ത്യാനികള് വഴിവെച്ചവരാണെന്ന് പറയാൻ നിങ്ങൾ എന്താ കാരണം? അത് മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്. അല്ല, നീ മൊനമ്പത്ത് ബീവിനെ പറ്റി എന്തായും പറഞ്ഞ്? മഹദിയാണ്, വലിയ ആളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ടാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ശരി, അപ്പൊ മറിയം ബീവിയോ? അപ്പൊ കേട്ട സുന്നിയായ മോമനൊരു തോന്നൽ, ഇവൻ വഹാബി എങ്ങാണ്ടാണോ? കാരണം വിവരം വഹാബിക്കല്ലുണ്ടാവുള്ളൂ, ഇവൻ വഹാബി എങ്ങാണ്ടാണോ എന്നൊരു ചോദ്യം. അപ്പോ ഇയാളെ ചോദ്യം, ജോസഫിന്റെ ചോദ്യം, അല്ല ഈ മറിയം ബീവിയെ പറ്റി ഖുർആനിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ടോ? മറിയം ബീവിന്റെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം ഉണ്ടോ? ഉണ്ട്. മൊനമ്പത്ത് ബീവിനെ പറ്റി ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോ മുഹമ്മദ് ചങ്കില ചോദ്യം. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു കുളത്ത് നശീകരണങ്ങള് ഞങ്ങൾക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ. അപ്പൊ വീണ്ടും ജോസഫിന്റെ ചോദ്യം, അല്ല മൊനമ്പത്ത് ബീവിനെ കുറിച്ച് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ലട്ടോ. നല്ല കിതാബിൽ എവിടെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ല. പിന്നെ എന്താണ്? ഊരും പേരറിയില്ല, മശൂറും കുറവല്ല, ബഹുമാനർ പീറന്നുള്ള നാട്. ഊരും പേരും ഒന്നും അറിയില്ല, പിന്നെ ബഹുമാനപ്പെട്ടോളി ജനിച്ച നാട്ടിലാ. ഇത് നിങ്ങൾക്കറിയോ? മുഹമ്മദ് നബി ജനിച്ച മക്കത്ത് തന്നെയാണ് അബൂജഹലും ജനിച്ചത്. എന്താ കാര്യം? കുടുംബത്തിലാ ജനിച്ചത്. എന്താ കാര്യം? ആളുകൾ ഇനി ജോസഫിന്റെ വീണ്ടും ചോദ്യം, എടാ ഖുർആനിൽ 34 സ്ഥലത്ത് മറിയം ബീവിയെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആലംറാനിലെ 42 മലക്കുകള് മറിയം ബീവിനോട് സംസാരിച്ചിട്ടില്ലേ? ഉണ്ട്. 19-ാമത്തെ അധ്യായം മറിയം എന്നല്ലേ? അതെ. അങ്ങനൊക്കെ ഉള്ള മറിയമേ രക്ഷിക്കണേന്ന് പറയുന്ന ഞങ്ങള് വഴിവേച്ചേരും, നിങ്ങള് വലിയ മുസ്ലിങ്ങളും എന്തൊരു പുതുമ എന്ന് ചോദിച്ചാൽ സഹോദരാ എന്താ മറുപടി പറയാ? നമ്മളിപ്പോ ഹാജാ മുഹീദ്ദീൻ ചിശ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൾബൂരി, എന്താ പ്രസാദനം അല്ലേ? ഇവരുടെ ഔലിയാക്കന്മാരാണ്, വലിയ പേര് വേണമെന്നാ. ശരിക്കും നിങ്ങൾ നോക്ക്, ഈസാ നബി, മൂസാ നബി, ദാവൂദ് നബി, അതൊക്കെ 3 പേരാ. ഇവരെ ഔലിയാക്കന്മാരോ ഹാജാ മുഹീദ്ദീൻ ചിശ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരി. ഒരാളിങ്ങനെ ഒരു ദർഗയിൽ പോയിട്ട് ഇങ്ങനെ നിന്നു, മഗ്‌രിബിൽ ഇങ്ങനെ നിൽക്കുക അയാള്. അപ്പൊ ഔലിയന്റെ പേര് വായിച്ചു തുടങ്ങിയതാ. പിറ്റേന്ന് സുബൈക്ക് വന്നപ്പോ മൂപ്പര് അവിടെ കുത്തിരിക്കണ്. എന്താ വല്ലാക്ക? ഒന്നുമില്ല, പേര് വായിച്ച് തീർന്നിട്ടില്ല. അത്ര ദീർഘം. ഇതൊക്കെ ശുദ്ധ പണം വിഴുങ്ങാനുള്ള തട്ടിപ്പല്ല സഹോദര.